ഇവിടെ അയൽവാസിയായ ഒരു അപ്പച്ചൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അപ്പച്ച പരിചയപ്പെടുത്താവോ? എന്ത് ചെയ്യുന്ന അപ്പച്ചൻ? അതല്ലേ അപ്പച്ച, ഈ ജിസ്മോക്കയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അപ്പച്ച പറയാനുള്ളത് ജനങ്ങളോടായിട്ട്? എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ഇപ്പം ഒരിക്കലും മരിക്കത്തില്ല. അതന്നെയല്ല, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അഡ്വക്കേറ്റായിട്ടുള്ള മിസ്മോളെ ഒരു കാരണവശാലും മരിക്കില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നേരത്തെ നേരം കഴിയാതെ പൊങ്ങാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല അല്ലേ? ഇത് ചാടി അന്നേരം തന്നെ മരിച്ചു എന്ന് പറഞ്ഞതിൽ ഒരു കഥയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും പുറയിൽ ഒത്തിരി ക്രമക്കേടുണ്ടല്ലേ? ക്രമക്കേടുമുണ്ട്. അത് തന്നെയല്ല, അത് ആ കൊച്ചത് ചെയ്യില്ല. അതായത് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജിസ്മോള് എല്ലാ സപ്പോർട്ടും ഈ നാട്ടുകാർക്ക് എല്ലാം ഒരു മോട്ടിവേഷൻ സപ്പോർട്ടായിരുന്നു. അതെ അല്ലേ? അപ്പച്ചനുമായിട്ട് മിണ്ടാറുണ്ടായിരുന്നല്ലേ? ഉണ്ട്. ഇന്നിപ്പോൾ അപ്പച്ചനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വാക്കെങ്കിലും മിണ്ടാതെ ജിസ്മോൾ പോകാറില്ല. പ്രിയരെ, ഈ അപ്പച്ചനെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, ഏത് വഴിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നാ തിരക്കാണെന്ന് ജിസ്മോള് അപ്പച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഈ അപ്പച്ചൻ കരയേതെ അപ്പച്ചനെ കയ്യെ പിടിച്ചിട്ട് ഒരു സന്തോഷവാക്ക് പറയാതെ ജിസ്മോള് പോകാറില്ല. കാരണം ജിസ്മോളെ കുഞ്ഞിലെ മുതൽ ഈ അപ്പച്ചൻ അറിയുന്നതാണ്. അപ്പം ഒരു വലിയൊരു കരച്ചിൽ കഴിഞ്ഞിട്ടാണ് ഈ അപ്പച്ചന് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത്. എന്താണേലും ഇത് ഒരു ദുരൂഹതയില്ലേ അപ്പച്ച? അതിൽ എന്തോ ദുരൂഹത ഉണ്ടല്ലേ? ഇല്ലെങ്കിൽ അങ്ങനെ മരിക്കത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു ദുരൂഹതയാണ് കണ്ടുപിടിക്കുന്നത്. അതെ, ആ ദുരൂഹത കണ്ടുപിടിക്കണം. ഈ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങളെ ഉണ്ടാകാൻ പാടില്ല. എന്താണെങ്കിലും നമുക്ക് ആ വീട്ടുകാരങ്ങനെ ചെയ്ത് എന്തെങ്കിലും വിധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി. ജിസ്മോക്ക് നീതി കിട്ടണ്ടേ അപ്പച്ച? നീതി വേണം. ഒരു പ്രഹസനം മാത്രമേ ഉള്ളൂ. അതായത് ഈ അപ്പച്ചൻ പറയുന്നത്, ഈ അപ്പനെയും മകനെയും ഇന്നലെ അറസ്റ്റ് ചെയ്തെങ്കിലും അത് വെറും പ്രഹസനമാണ്, ആഡംബര ജീവിതമായിരിക്കും അവർ ജയിലിന്റെ അകത്തിൽ നയിക്കുന്നത് എന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. അല്ലേ അപ്പച്ച? ആഡംബര ജീവിതമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും വേണമെങ്കിൽ AC വരെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും, വീട് വലിക്കുമെങ്കിൽ വീടി, വെള്ളം കുടിക്കുമെങ്കിൽ വെള്ളം, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. ബിരിയാണി ബിരിയാണി കിട്ടുമെങ്കിൽ ബിരിയാണി വരെ ഇവർ മേടിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത് അല്ലേ? അതായത് ഒരു എക്സാം എഴുതുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറഞ്ഞത് വിജയിപ്പിക്കാനായിട്ട്. എങ്ങനെ ഇത് കാര്യങ്ങൾ അത് പെട്ടെന്ന് തന്നെ അത് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പച്ചന് ഈ അവസാനം വരെ പോരാടും എന്നാണ്. ജിസ്മോക്ക് നീതി കിട്ടാതെ ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ അപ്പച്ചനും അതിൻ്റെ അല്ലേ അപ്പച്ച ഉണ്ടാകും. അതിന് യാതൊരു മാറ്റങ്ങളൊന്നുമില്ല. ഒരു ദിവസം അതായത് ഈ ജിസ്മോളുടെ ഭർത്താവിനെ, ജിമ്മീനെയും പിതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്നോർത്തുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ല. അത് വെറുതെ ഒരു പ്രകടനം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് പറയുന്നത്. പടിഞ്ഞാറ്റിങ്കര കുരിശുപള്ളിയുടെ അടുത്താണ്. ഇവിടെ എല്ലാ ജനങ്ങളും ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മെഴുകുതിരി പ്രദക്ഷിണത്തിനായിട്ട് വന്നതാണ്. ഇവിടെ ഒരു ചേച്ചി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ചേച്ചി നമസ്കാരം. പേരെങ്ങനെ ചേച്ചി? എൻ്റെ പേര് ആൻസി പൂവത്തുങ്കൽ. പിന്നെ ജിസ്മോൾ നല്ലൊരു കൊച്ചായിരുന്നു. ജിസ്മോളെ ഇങ്ങനെ കാണിച്ചതിന് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആരുടെ ഭാഗത്തു നിന്നാണേലും ആ കൊച്ച് ഒരു കാരണവശാൽ ഇങ്ങനെ മരിക്കേണ്ടതല്ലായിരുന്നു. അവളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. അത് 2 കുഞ്ഞുങ്ങൾ ഒഴുങ്ങണം. മറ്റേ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ദുഃഖമുണ്ട്. അത് കാരണം ഇതിൽ ആ വീട്ടുകാർ തക്കതായ കാരണം ഇല്ലെങ്കിൽ അവളങ്ങനെ ചെയ്യല, ഒരിക്കലും അവളങ്ങനെ ചെയ്യല. ഞങ്ങൾക്കറിയാവുന്ന അവിടെ 2 വർഷം പ്രസിഡൻ്റായിട്ടും പഞ്ചായത്ത് മെമ്പറായിട്ടും പ്രസിഡൻ്റായിട്ടും അവളൊന്ന് LLB കഴിഞ്ഞ് വക്കീലായിട്ടും അവൾ അതിൻ്റെ PG എടുത്ത് അവൾ ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യല. അവൾക്ക് അത് വീട്ടിൽ നിന്ന് അത് തക്കതായ ഉപദ്രവം ഉണ്ടായിട്ടാണ്. അതുപോലെ അവിടെ മനസ്സ് വേദനിച്ചിട്ടാണ്. വെല്ലിപ്പൻ്റെ അനിയും മരിച്ചിട്ട് പോലും ഇവിടെ വന്നില്ല. ഇല്ല, ഒരിക്കലും ചെയ്യല. അവൾ അതുപോലെ ബുദ്ധിമതിയായിരുന്നു. അവൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പടിഞ്ഞാറ്റിങ്കരയുടെ ഒരു നല്ല കൊച്ചായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അവൾ മരിച്ചതിൽ ഭയങ്കര ദുഃഖമുണ്ട്. കാരണം ആ ഇവിടെ ഒരു മരിച്ചടപ്പിനോ ഒരു കല്യാണത്തിനോ ഒന്നും അവളെ വിടുന്നില്ലെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ശരിക്കും പീഡിപ്പിച്ചു. അത് കാരണം അവരുടെ പേരിൽ നല്ല തക്കതായ ശിക്ഷ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആ വീട്ടുകാർക്ക് തക്ക ശിക്ഷ കൊടുക്കണം. ഇനി ഒരു പെണ്ണുങ്ങൾക്കും നമ്മൾ 10 മാസം ചുമന്ന് പ്രസവിച്ചു, കുഞ്ഞുങ്ങളെ വളർത്തി, അവരെ പഠിപ്പിച്ചു, സ്ത്രീധനവും കൊടുത്ത് രക്ഷിച്ചു വിട്ടു കഴിഞ്ഞ് അവർക്ക് ഇങ്ങനെ ഒരു ശിക്ഷ ആർക്കും കിട്ടരുത്. അത് കാരണം ഇവരെ തക്കതായ ശിക്ഷ കൊടുക്കണം. അന്വേഷണം നല്ല രീതിയിലല്ല പോകുന്നത്. ആ വീട്ടുകാർക്ക് ഒരു പ്രശ്നമില്ലാതെ അവിടെ ജാഥയൊക്കെ നടത്തിയിട്ട് അവർ ഒരു പൂസലും ഇല്ലാതെ പത്തി മുറിച്ചിട്ട് അതുപോലെ തന്നെ ഹാർപ്പിംഗ് കുടിച്ചിട്ട് വണ്ടി കരിക്കൊണ്ട് പോകുന്നുണ്ടോ? എന്റെ പേര് സീലിയ. ഇവിടെ അടുത്താണ് ജിസ്മോളുടെ വീടിന്റെ. പക്ഷേ ജിസ്മോൾ ഒരിക്കലും, കാരണം അത്രയ്ക്കും നല്ല എന്താ പറയുക, ഒരു എഫിഷ്യൻ്റ് ആൻഡ് ഒരു ബ്രില്യൻറ്റ്, നമുക്കതേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്കും മിടുക്കത്തി ഒരു കൊച്ച്. ഒന്നുമില്ലാലും അവളൊരു അഡ്വക്കേറ്റ്. അവളൊരിക്കലും ആത്മഹത്യ ചെയ്യും, ഒരിക്കലും ഇല്ല. പിന്നെ അതുമല്ല, ഞാനീ പറഞ്ഞ തന്നെ കൈ മുറിച്ചു, ബ്ലഡ് എല്ലാം നിലത്തുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ട് എങ്ങനെ 2 കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ആറ്റിച്ചാടി ചാവും? അതുമല്ല, ഓക്കെ, പിള്ളേരാണെങ്കിൽ എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നത്?
ഞങ്ങൾ എങ്ങനെയാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു കഥകൾ കേൾക്കുന്ന പോലെ തോന്നുന്നല്ലേ, ഒരു ചുമ്മാ ഒരു പഴങ്കഥകൾ കേൾക്കുന്ന പോലെ തോന്നുന്നു. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ജിസ്മോളും കുട്ടികളും പാവയല്ലായിരുന്നല്ലോ, ജീവനുള്ള 2 മനുഷ്യജന്മം 3 മനുഷ്യജന്മങ്ങളല്ലായിരുന്നു. അവരെ പിടിച്ചാലും സന്തോഷമാവുള്ളൂ. സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞങ്ങൾ പോയതിന്റെ ഓർക്കും. പക്ഷെ ഞങ്ങൾക്ക് തക്കതായ 4 ഇട്ട് കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും. കാരണം എല്ലാവർക്കും മക്കൾ, ഞാൻ ഒരു അമ്മായിമ്മയാണ്, എനിക്കൊരു അമ്മായിമ്മയുണ്ട്. എപ്പോഴും ഞാൻ എന്റെ അമ്മായിമ്മയായിട്ട് സന്തോഷത്തിൽ എന്ന് പറഞ്ഞാൽ ഒരമ്മ മക്കളെ പോലെ ഞങ്ങൾ ജീവിക്കുന്നത്. എനിക്കൊരു മരുമകളുണ്ട്, ആ മകളെ എന്റെ മക്കളെക്കാളും കാര്യമായിട്ട് ഞാൻ നോക്കുന്നത്. അതുപോലെ എല്ലാവരും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ പോണില്ല. പിന്നെ സംഭവം നടന്നിട്ടില്ല. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കൊച്ചിനെ ശരിക്കും പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാല് ജിസ്മോളെ കിട്ടാനുള്ള യോഗ്യത ആ വീടിനില്ല. അവരെ നല്ല പെൺകൊച്ചിനെ കിട്ടാനുള്ള യോഗ്യത അവർക്കില്ല. ഒരു 5-6 ദിവസം പ്രദേശങ്ങളെല്ലാം CCTV ശരിക്കും പറഞ്ഞാൽ 25 കൊല്ലമായിട്ട് അവിടെ പെടുമരണങ്ങൾ മാത്രമാണ്. കണ്ടമാനം ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, കൊന്നു കളഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ വണ്ടി മറിഞ്ഞു അല്ലാതെ ഒക്കെ കെട്ടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ മൂത്ത് നാപ്പൂർ എനിക്കൊരു ആ വീട്ടിൽ നിന്നു. അതാണ് മെയിൻ ചോദ്യം. എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ ചെറുത്താൻകൂട്ടിലേക്ക് ആ പെണ്ണിനെ പറഞ്ഞയച്ചെന്നുള്ള അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പോയ വഴി ഈ പെണ്ണിന് പിള്ളേരെയും കൊണ്ട് പോയത് ഒരു CCTVയിലും തെളിഞ്ഞിട്ടില്ല. അതെന്ത് കാരണം? ഒന്നുമല്ല, കാറെ കൊണ്ടിട്ടതായിരുന്നു. അതായത് ഞങ്ങൾ അമ്മേനെ എന്തിനാ അല്ല ഈ അമ്മയ്ക്ക് ഈ മകളോട് ഇത്രയും അല്ലേ കൊള്ളാം. ഇവരുടെ മനസ്സ് കറുത്തുമായിരുന്നു, ശരീരമല്ല കറുത്തത്, അവരുടെ മനസ്സാ കറുത്തത്. ഇവളുടെ എന്നാ പറയണ്ട മനസ്സ് വെളുത്തതുമായിരുന്നു. അതാ പറ്റിപ്പോയി. ഇത്രയും ഉപദ്രവം ഉണ്ടായിട്ടും അവൾക്ക് ചിമ്മിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിട്ടിട്ട് നീ പോടാ മുല്ലേന്ന് പറഞ്ഞ് ഇട്ടിട്ടങ്ങ് പോരായിരുന്നു. എന്നാ സംഭവിച്ചേനെ? ഈ നാട്ടുകാർ, ഈ അയൽവക്കംകാരാ കൊച്ചുപിള്ളേരെ നോക്കിക്കൊണ്ടേനെ. വേറെ ആരും വേണ്ട. അത്രയും നല്ല സ്നേഹം ഐക്യമുള്ളവരാ ഈ പടിഞ്ഞാറ്റിക്കരയുള്ളവർ. അവരെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടേനെ. എന്നിട്ട് അവള് പിള്ളേരെ അവള് കൊലപാതകയാണ്. അവളെ കൊച്ചിനെ പിള്ളേരെ ഇട്ടിട്ട് നോക്കി തള്ളേ മക്കളെ നോക്കി അവര് നോക്കുവായിരുന്നു. കൊച്ചിനെ ഇട്ടിട്ട് അവളിങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെ പിടിച്ച് തന്നിട്ട് അവർ അലക്കും അവരുടെ സ്വഭാവത്തിന്. തിരിച്ചുവിടുന്ന പിള്ളേരെ വരെ, കുഞ്ഞു പിള്ളേരെ അവരെ തിരിച്ചുവിടാൻ കല്യാണം കഴിച്ചാൽ 6 മാസം മുതൽ അവരെ തുടങ്ങിയതാണ്. അവനെ കുറെ അവള് പാവം എന്നാന്ന് പറഞ്ഞാലും ഇവളുടെ അപ്പൻ പാവം ഭാര്യ മരിച്ചു കഴിഞ്ഞ് 3 പിള്ളേരുടെ കല്യാണവും നടത്തി ഇവളെ ആദ്യത്തെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എഴുന്നേപ്പിച്ച് നല്ല രീതിയിൽ വിട്ടു. അടുക്കള കാണാൻ ചെന്നു. എല്ലാം നല്ല രീതിയിൽ പുള്ളി ചെയ്തു. പുള്ളി തന്നെയുള്ളായിരുന്നു, ഒരു ഭാര്യ പോലും ഇല്ല. പുള്ളി പയ്യെ എന്താ പറയുക, ഇപ്പൊ ഒരു സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചു വർത്താനം പറഞ്ഞ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതും അമ്മ രണ്ടാമത് കിട്ടിയൊരു അമ്മയെന്നാണെങ്കിൽ ശരിക്കും നമുക്ക് രണ്ടാമേന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്വന്തം അമ്മയെ പോലെയായിരുന്നു. ഇനിയിപ്പം അവള് എന്നാ പറയണ്ടേ, അവൾ ആ വീടിനെ സ്നേഹിക്കരുതായിരുന്നു. ഞാൻ അത്രേ പറയുന്നത്. ഒരു പ്രസവത്തിന് വരെ അവര് കോമ്പിനേഷൻ നടത്തി ഇവിടെ കൊണ്ടുപോയാ പറ്റേപ്പിച്ചത്. വേറെ ഏത് കള്ളന്മാരാണേലും പറയല്ലേ അമ്മയില്ലാത്തൊരു പെണ്ണ അവിടെ നമ്മൾ നോക്കാം. അവരുടെ മാന്റെ കൊച്ചല്ലേ ഇവിടെ പോയപ്പോ കുറ്റാൻ കൊണ്ടുപോകണം. ഇതൊന്നും ശരിക്കും നീതി കിട്ടണം. ചെയ്യേണ്ടതല്ല, അവർക്ക് കിട്ടേണ്ട ഒരു പെൺകൊച്ചല്ലായിരുന്നു. അത് കാരണം ശരിക്കും അവര് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇല്ല കാര്യമില്ല, അമ്മേനെയും മകളെ പിടിക്കണം. ഏത് ലോകത്തിന്റെ ഭാഗത്താണെങ്കിലും മകളെ പിടിച്ചോട്ട് വരണം. അത് കഴിഞ്ഞ് അവിടെയുള്ളവര് നീർക്കാടുള്ള 1-2 പേര് വന്നിച്ചിട്ട് അവള് കൊച്ചിനെ കൊന്ന് ഡിക്കിക്കകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകുമായിരുന്നെന്ന് ഏത് പെറ്റ തള്ളയെ കൊണ്ട് പറ്റും? അല്ലെങ്കിൽ അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് അതുപോലെ മാനസികമായിട്ട് അവളെ പീഡിപ്പിച്ചു. എന്നാലും ഒരു പെറ്റ കുഞ്ഞിനെ അവളെ അത്രയും ചെയ്യല. അല്ലെങ്കിൽ അവളെ ഒരിക്കലും ഒരു അമ്മ അങ്ങനെ ചെയ്യല. അപ്പൊ ഇതിന് ദുരൂഹതയുണ്ട്. ഈ കേസ് മറിക്കാനായിട്ട് പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് തോന്നുന്നു. അവളുടെ പുറത്തെയും വയറത്തെയും ഇത് പൊള്ളിയ പാടം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. പാടുണ്ടായിരുന്നു, പുറത്ത് കയ്യേൽ അടിച്ച പാടുണ്ടായിരുന്നു. ഞാൻ മോർച്ചറിൽ പോയി കണ്ടതാ. ഈ കയ്യേലെല്ലാം അടിച്ച തിറഞ്ഞു കിടക്കുന്ന പാടുണ്ടായിരുന്നു. ഈ പെൺപിള്ളേരെ നമ്മൾ വളർത്തി വിടുന്ന ഇതിനാണോ? ഒരു കാരണവശാലും ഈ തള്ളയുടെ മക്കളെ ഉള്ളി നോക്കിച്ചാൽ തള്ളക്ക് നോക്കിയല്ലേ? അതാ ഇപ്പൊ എന്തേ ഈ കൊച്ചിന്റെ എണ്ണത്തിന് വേറെ ആയിട്ട് കണ്ടത്? ഒരു പെണ്ണുണ്ട്, അവള് 2 കൊല്ലം മുമ്പ് വരെ അവിടെ കിടന്ന് പോരുവല്ല. അവളെ ഇവിടെ വരുത്തണം. അവളെ ഇവിടെ വരുത്തണം. അവള് ശരിക്കും കൊണ്ട് പോരുക. അവളെ അമ്മയ്ക്കും അങ്ങനെ തയ്ക്കാണ്. അവളിവിടെ നിൽക്കുക. വീട്ടിൽ നിൽക്കാൻ കഴിയാതെ നിൽക്കുന്നത്. ശരിക്കും തക്കതായ ശിക്ഷ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാരും പോലീസ് സ്റ്റേഷന്റെ വർക്ക് പോയി സത്യാഗ്രഹം ഇരിക്കാൻ പോകും. അവരെ എല്ലാരെയും പിടിച്ച്. പ്രിയരെ, ഈ ജനങ്ങളെല്ലാരും ഒന്നടക്കം ഇവിടെ മഴ കാര്യങ്ങളൊക്കെയാണ്. മഴ നനഞ്ഞാണ് ഇവര് ഈ റോഡിൽ നിൽക്കുന്നത്. എന്താണേലും ഈ മഴ കണ്ണീര് പൊഴിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ നാട്ടുകാരും. ഇതിനൊരു സത്യസന്ധമായ ഒരു അന്വേഷണം നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഈ പ്രദേശവാസികളെല്ലാം പറയുന്നത്. ഇതില് വളരെ എന്താ പറ്റി പറയാനുള്ളത്? അവളെ അമ്മായിയമ്മ ആ തള്ളേനെ ആ പെണ്ണ് തൊഴിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത കണ്ണുകൊണ്ട് കണ്ടവരുണ്ട്. 600 മംഗലത്ത് ആളെ കെട്ടിച്ച്
ഈ തലേദിവസം ഇവിടെ മരിക്കണേന്റെ തലേദിവസം രാത്രി അവിടെ വെളുപ്പോളും ഭയങ്കര ബഹളമായിരുന്നു ഞങ്ങളറിഞ്ഞു. ശരിക്കും ബഹളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൈ കെട്ടാണ് അവള് മരിച്ചത്. അവള് തൈ കെട്ടിട്ടാ മരിച്ചെങ്കിൽ തന്നെ. അതൊക്കെ ഞങ്ങൾ കണ്ടു. എന്റെ പിള്ളേര് കണ്ടതാ. എങ്ങനെയാന്ന് അവിടെ നാത്തൂമ്മണ്ണുണ്ടല്ലോ, 600 കെട്ടിച്ചിട്ടുണ്ട്. പേരെനിക്കറിയത്തില്ല. അവള് ആ അമ്മായിയമ്മയുടെ ഈ വയറേറ്റ് ചവിട്ടുകയും പുറത്തേട്ട് അടിക്കുകയൊക്കെ ചെയ്ത് കണ്ടവർ. ദീപ കരോട്ട പഠിച്ചോളാം. എല്ലാ അടവും വേഷങ്ങളെല്ലാം പഠിക്കുക. അതെല്ലേ, UK പോയി അവള് കരോട്ട പഠിപ്പിക്കാണോ അവരുടെ പരിപാടി? അതറിയത്തില്ല, അവള് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അതെല്ലേ, നാത്തൂനിട്ട് ആദ്യം കൈവച്ചു. അപ്പൊ UK പോയി അവിടെ കൈവെക്കുമായിരുന്നു. ഞങ്ങളുടെ ജീവിക്കാണ് എന്തുമാത്രം പേരാ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. എത്ര പേരാ. അമ്മ മരിച്ചിട്ട് അപ്പനായതുങ്ങളെ രണ്ടുപേരെയും അപ്പനധികം കണ്ടമാനം കഷ്ടപ്പെട്ടല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ട ആ 2 പിള്ളേരെയും കല്യാണം കഴിഞ്ഞ ഒരുത്തിയുടെ പ്രസവവും കഴിഞ്ഞ അപ്പം കല്യാണം കഴിച്ച അപ്പനൊരു കൂട്ട് വേണമല്ലോ എന്ന് ഇവര് നിർബന്ധിച്ച് കെട്ടിട്ടുണ്ട്. അപ്പം ഭാര്യയുടെ കൂടെ അങ്ങോട്ട് UK പോയിട്ട് 15 ദിവസമായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടക്കുന്നത്. എന്നാ ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തിട്ടാണ് അത് ഭാര്യയുടെ കൂടെ പോയത്. ആ പിന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഇനിയിപ്പോ ഈ കണക്കിന് പെൺപിള്ളേര് എങ്ങനെ കല്യാണം കഴിക്കും? മേടിച്ച് അതെ, തള്ളേനെ കണ്ട കാലം കറഞ്ഞു. ഇവക്ക് കളറില്ല, സ്വത്തില്ല, ഇഷ്ടം പോലെ മുതൽ കൊടുക്കും. അവന്റെ 10 ഇരട്ടിയും സൗന്ദര്യമുണ്ട്. എന്റെ അനിയത്തി അങ്ങനെയൊക്കെ അവനൊരു വാലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഒരേ സത്യം ഞങ്ങള് പറയുന്നത്. അവനെ മരത്തെ പിടിച്ച് കയറ്റി വിട്ടിട്ട് ഒരു വാലോടെ അഴിയും പിടിപ്പിച്ചു കഴിഞ്ഞാൽ വേറൊരു പേരിട്ട് വിളിക്കേണ്ടത്. ഫോണെ കണ്ടിട്ട് എല്ലാം അനിയത്തി ആങ്ങളമാരും എല്ലാം വിളിച്ചു പറയും, എന്തേടി അവർക്ക് എന്നാ സൗന്ദര്യം, ഈ പെണ്ണെന്ത് മിടിക്കുമായിരുന്നടി, ഇതെന്നാ പറ്റിയതാണെന്ന് ചോദിച്ചോണ്ട് എന്നും വിളിക്കും അവര്. എടി ഇത് കേസ് അങ്ങേറ്റം വരെ ആ വീട്ടുകാരെ വെറുതെ വിടരുതെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി എങ്ങനെയാ പെൺപിള്ളേര് കെട്ടിപ്പോണേന്ന് ഇതുപോലെ സംഭവമാണെങ്കിൽ മേടിച്ചിട്ട് എങ്ങനെയാ കെട്ടിപ്പോണേ? എടുപ്പും സ്വർണവും രൂപയും എല്ലാം കൊടുത്ത് കൊച്ചുങ്ങൾക്കും കൊടുത്ത് എല്ലാം കൊടുത്ത് ഇനിയും മുതലുമായിട്ട് വാന്ന് പറഞ്ഞോണ്ട് പിന്നെ ഇങ്ങനെ തുടങ്ങി എന്നാ ചെയ്യാനാ? അത് കാരണം തക്കതായ ശിക്ഷ കൊടുക്കും, വെറുതെ വിടരുത്. ആ തള്ളനെ പിടിക്കണം. അവളെ ആദ്യം തലമുടിക്കുത്തിന് പിടിച്ചിട്ട് പൂച്ചി തലമുടി ഇല്ല, കഴുത്തേലോട്ട് തോർത്തിട്ട് വലിച്ചിട്ട് കാലെ പിടിച്ച് അടിക്കണം. തലമുടിയെല്ലാം മുട്ടത്തലയാ. ഞാൻ പോയി കണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റിയ ക്യാൻസറാണ്. അതിന് ഫസ്റ്റ് സ്റ്റേജായുള്ളൂ. ഞാൻ പറഞ്ഞു ഈ പെണ്ണ് പോകണ്ടായിരുന്നു. അത് എങ്ങനെ ടീച്ചറായിട്ടല്ലേ പിള്ളേരെ പഠിച്ചേക്ക് ആ പിള്ളേർക്ക് എങ്ങനെ ഭാവി ഉണ്ടായി അല്ലേ? പഠിപ്പിച്ച പിള്ളേർക്ക് ആ പിള്ളേർക്ക് വേണ്ടി ഇടവ് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചു. എന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു നീർക്കാടുണ്ട്. ആ പുള്ളിക്കാരത്തിയോട് ഞാൻ ചോദിച്ചു. അത് അന്നേരം പറഞ്ഞു എന്റെ അമ്മ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചതാ ഈ ടീച്ചർ മഹാകുശിമ്പിയാന്ന് പറഞ്ഞു.